കോൺഗ്രസ് ഭരിക്കുന്ന ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സൊസൈറ്റിയിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. കണ്ണൂർ DCC ഓഫീസിലേക്ക് നിക്ഷേപകർ പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂരിൽ സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ലീഗുമായും ബന്ധപ്പെട്ടുമുള്ള തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വാർത്തകളാണ് നമ്മൾ ഈ ഗുഡ് ഈവനിങ് കേരളം തുടങ്ങിയപ്പോൾ മുതൽ വായിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ്? ഷമി, കണ്ണൂർ ചക്കരക്കല്ലിലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ചക്കരക്കൽ ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ലക്ഷങ്ങളുടെ തിരിമറി നടന്നത്. സാമ്പത്തിക ക്രമക്കേടിന്റെ ഫലമായി നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്ത സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവിടെ മാസങ്ങളായി നിക്ഷേപകർ ഈ അഴിമതിക്കെതിരെ സമരം നടത്തി വരികയാണ്. ഈ ബാങ്കിന്റെ സെക്രട്ടറിയെ പോലീസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഈ ബാങ്കിൽ കണ്ണൂരിലെ DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഭാരവാഹികളായിട്ടുള്ള ഈ ഒരു ബാങ്കിൽ സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നില്ല, നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇന്ന് നിക്ഷേപകർ കണ്ണൂർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ നിക്ഷേപകരിൽ അധികവും കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. കാരണം വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയായിട്ടുള്ള നിക്ഷേപകർ കണ്ണൂർ മാസങ്ങളായി നടത്തി വരുന്ന ഒരു സമരമാണ്. അപ്പോൾ ഈ മാസങ്ങളായി ഇങ്ങനെ സമരം നടത്തി വരുമ്പോഴും ഈ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല അല്ലേ? തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മാസങ്ങളായി അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് ഒരു തരത്തിലും പണം തിരികെ നൽകുന്നില്ല. വലിയ തുകകൾ നിക്ഷേപിച്ചവർ മക്കളുടെ വിവാഹ ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാം തന്നെ പണം നിക്ഷേപിച്ചവർക്ക് തിരികെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ നിക്ഷേപകർ KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരനായിരുന്നപ്പോൾ തന്നെ പരാതി നൽകിയതാണ്. പിന്നീട് സണ്ണി ജോസഫ് അധ്യക്ഷനായപ്പോഴും പരാതി നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം തന്നെ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനും എല്ലാം തന്നെ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും എല്ലാം നൽകിയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് DCC ഓഫീസിലേക്ക് ഇന്ന് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയത്. വരും ദിവസങ്ങളിൽ DCC ഓഫീസിന് മുന്നിൽ തുടർച്ചയായ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്നും ഈ നിക്ഷേപകർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും ഇനി ഉപരോധ സമരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. വിവാഹ ആവശ്യത്തിനൊക്കെ പണം നിക്ഷേപിച്ചവരാണ്. ജീവിതകാലം മുഴുവൻ അവരുടെ ഒരു അധ്വാനത്തിന്റെ ബാക്കിപത്രമായിരിക്കും ഈ സമ്പാദ്യങ്ങൾ. അതിൽ ചെറിയ സമ്പാദ്യം മുതൽ വലിയ സമ്പാദ്യം വരെ കാണും. പക്ഷേ അത് നഷ്ടമായി പോകുമ്പോൾ മനുഷ്യരുടെ ഒരു അവസ്ഥ എന്നുള്ളത് വളരെ ദുഃഖകരമാണ്.